இசை என்பதும் ஒரு ஏமாற்று வேலைதான் என்பது என்னுடைய கணிப்பு. இதுல யாரு அதிகமா ஏமாத்துறாங்களோ அவங்க ரொம்ப பாப்புലർ ആകുறாங்க നാട്ടില്. നമസ്കാരം, എല്ലാവർക്കും ഹംബിൾ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് ഗോൾഡൻ ഗ്ലോബ് മ്യൂസിക് അവാർഡ് MM കീരവാണിയിലൂടെ വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. AR റഹ്മാന് ശേഷം ഈ അവാർഡ് നേടുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് MM കീരവാണി. ശരിക്കും MM കീരവാണിയുടെ മുഴുവൻ പേര് മരകതമണി കീരവാണി എന്നാണ്. ആദ്യകാലങ്ങളിൽ അദ്ദേഹം മരകതമണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കീരവാണി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത്. സംഗീത രംഗത്തെ ഈ കലാകാരൻ 90കളിൽ മലയാള സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള കാര്യം പലർക്കും അറിയാത്തതിന് കാരണം അന്ന് അദ്ദേഹത്തിന്റെ പേര് മരകതമണി എന്നായിരുന്നത് കൊണ്ടായിരിക്കാം. എങ്കിലും അദ്ദേഹം മലയാളത്തിന് വേണ്ടി ഒരുക്കിയ ഗാനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എനിക്ക് പിടിച്ച മലയാള സോങ്സ് ഞാൻ ഹം പണ്ണേங்க. ഏതോ ജന്മ കൽപ്പനയിൽ അറിയോ? ഏതോ ജന്മവേദികളിൽ എന്നും നീ വന്നു ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. 1991 ഇറങ്ങിയ നീലഗിരി എന്ന സിനിമയിലെ ചിത്ര പാടിയ കറുകനാമ്പും എന്ന ഗാനം ഒന്ന് കേട്ടു നോക്കാം. കറുകനാമ്പും കവിത മൂളും ഹരിതഭൂവിൻ മൃദുല ഗാനം മനോഹരം വരൂ തെല്ലുനേരം കോടമഞ്ഞിലൂടെ തേടി വന്ന സൂര്യൻ പീലി നീർത്തിയാടുന്നുവോ നറുമുത്തു വീഴുമീ കളിവീടു കണ്ടു നിന്നു കിളിപാടുമേതോ മലമേടു കാണുവാ. കിളിപ്പാടുമേതോ എന്ന ഗാനം യേശുദാസും ഈ സിനിമയിൽ പാടിയിട്ടുണ്ട്. കിളിപ്പാടുമേതോ മലമേടു കാണുവാ കുളിർക്കാറ്റു പോലെയാടിവാ ഒരു മഞ്ഞു തുള്ളിയിൽ മഴവില്ലു പൂവിടും മധുമാസമേ വിരുന്നുവാ. സുജാതയും യേശുദാസും പാടിയ മഞ്ഞു വീണ പുൽത്താരയിൽ എന്ന ഗാനം ഒന്ന് കേൾക്കാം. മഞ്ഞു വീണ പുൽത്താരയിൽ കുളിക്കോരും നിതാ കൊണ്ടുവാ കന്നിച്ചൂട്. നീലഗിരി എന്ന സിനിമയുടെ ടൈറ്റിൽ സോങ് ആയ മേലെ മാനത്തെ തേര് എന്ന ഗാനം ഒന്ന് കേൾക്കാം. മേലെ മാനത്തെ തേര് നീലക്കുന്നിന്റെ ചാരേ എത്തിയ നേരം ഭൂമിയിൽ ഉത്സവമേളം ഇത്തിരി നേരം നിന്നെ നിന്നെ പൊത്തെന്നലേ. MG ശ്രീകുമാറും ചിത്രയും പാടിയ പൊന്നരളിക്കൊമ്പിലെ എന്ന ഗാനം വളരെയധികം ഹിറ്റായിരുന്നു. പൊന്നരളിക്കൊമ്പിലെ കുയിലേ പറയൂ നിന്റെ ഉള്ളു നിറയെ പ്രണയമോ ഈ മൗനമുത്തങ്ങളാരോമലേ നിനക്കു കൈമാറുവാ. ഇപ്പോഴും ഗാനമേളകളിൽ പാടുന്ന ഒരു പാട്ടാണ് ചിത്ര പാടിയ തുമ്പി നിൻമോഹം എന്ന ഗാനം. പിന്നീട് മരകതമണിയുടെ സംഗീതത്തിൽ ഗാനങ്ങൾ വന്നത് സൂര്യമാനസം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം. ആ സിനിമയിലെ തരളിത രാവിൽ എന്ന ഗാനം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗാനമാണ്. വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം എവിടെ ശ്യാമകാനനരംഗം ഹൃദയം നിറയുമാർദ്രതയിൽ തീരമില്ലയോ. ഈ ഗാനം KS ചിത്രയും പാടിയിട്ടുണ്ട്. മേഘത്തേരിറങ്ങും സഞ്ചാരി എന്ന ഗാനവും ഈ സിനിമയ്ക്ക് വേണ്ടി ചിത്ര ആലപിച്ചിട്ടുണ്ട്. മേഘത്തേരിറങ്ങും സഞ്ചാരി മാലാഖമാർ കാണും മുമ്പേ താരങ്ങൾ കൺചിമ്മി നിൽക്കേ. പിന്നീട് മരകതമണി കീരവാണി എന്ന പേരിൽ മലയാള സിനിമയിൽ സംഗീതമൊരുക്കുന്നത് ദേവരാഗം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ചിത്ര പാടിയ ശശികല ചാർത്തിയ എന്ന ഗാനം ഒന്ന് കേൾക്കാം. വരലക്ഷ്മി കോലം പറയുന്ന
ജയചന്ദ്രനും ചിത്രയും പാടിയ ശിശിരകാല മേഘമിഥുന എന്ന ഗാനം അത് കേൾക്കാം. ശിശിരകാല മേഘമിഥുനരതിപരാഗമോ ദേവരാഗത്തിൽ തന്നെ ഏറ്റവും ഹിറ്റായ മറ്റൊരു ഗാനമാണ് താഴമ്പൂ എന്ന ഗാനം. ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ യയയ എന്ന ഗാനവും ദേവരാഗത്തിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്നായിരുന്നു. പിന്നീട് മരകതമണി സംഗീതം നിർവഹിച്ച മലയാള സിനിമാ ഗാനം വന്നത് സ്വർണ്ണ ചാമരം എന്ന സിനിമയിലൂടെയാണ്. ആ സിനിമയിലെ ഗാനങ്ങൾ കാസറ്റിൽ മാത്രം ഒതുങ്ങുകയാണ് ഉണ്ടായത്. ആ സിനിമ റിലീസായിരുന്നില്ല. സ്വർണ്ണ ചാമരത്തിലെ ഒരു പോക്കുവെയിലേറ്റ എന്ന ഗാനം അത് കേൾക്കാം. ഇതേ സിനിമയിലെ തന്നെ ഉദയകാന്തിയിൽ എന്ന ഗാനം അത് കേൾക്കാം. ഉദയകാന്തിയിൽ ഉഷമലരികളിൽ പ്രസാദ കാമുക ഭാവം. MG ശ്രീകുമാർ പാടിയ മേളം ഈ മന്മഥമേളം എന്ന ഗാനം ഒന്ന് കേൾക്കാം. മേളം ഈ മന്മഥമേളം താളം സഞ്ജീവന താളം നെഞ്ചം ഒരു മോഹത്തിൻ വൃന്ദാ. 90കളിൽ തന്നെ തെലുങ്ക് സിനിമകളുടെ മലയാളം ഡബ്ബിംഗ് പതിപ്പിലൂടെ കീരവാണിയുടെ ഗാനങ്ങൾ അന്ന് തന്നെ കേരളത്തിലും ഹിറ്റായിരുന്നു. ആ ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിരഞ്ജീവി നായകനായ ഘൊരാന മൊഗഡു എന്ന തെലുങ്ക് സിനിമ മലയാളത്തിലേക്ക് എ ഹീറോ എന്ന പേരിൽ ഡബ്ബ് ചെയ്തപ്പോൾ ആ സിനിമയിലെ ഗാനങ്ങൾ വളരെയധികം ഹിറ്റായിരുന്നു. ഏറ്റവും ഹിറ്റായ ഗാനം ഇതാണ്. ആ സിനിമയിലെ മറ്റു ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുതുമഴ പൊഴിയണു തളിരുടൻ നനയനും സിരകളിൽ നൂതന കുളിരല നിറയും. ഇത് പ്രേമധാര കൗസ്തുഭം ചാത്തിനി തിളങ്ങി. ഇനി ഒരു പ്രണയകഥ എന്ന സിനിമയ്ക്ക് വേണ്ടി MM കീരവാണി ഒരുക്കിയ ഗാനങ്ങൾ പാടിയത് MG ശ്രീകുമാറും ചിത്രയുമായിരുന്നു. അതിൽ ഏറ്റവും ഹിറ്റ് ഹരിചന്ദനത്തിൻ ഗന്ധമുള്ള പെണ്ണെ എന്ന ഗാനമായിരുന്നു. ഹരിചന്ദനത്തിൻ ഗന്ധമുള്ള പെണ്ണെ നല്ല വെണ്ണിലാവിൻ ചന്തമേറും മുത്തേ. ഈ ഗാനം അക്കാലത്ത് ദൂരദർശനിൽ ചിത്രഗീതം പരിപാടിയിലൂടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമായിരുന്നു. കങ്കണത്തിൻ നാദമോ സംഗമപ്പൊന്നോളമോ രണ്ട് കൃഷ്ണ പക്ഷികൾ കൊക്കുരുമ്പും മേളമോ സമയമാ. ഹേ മാഡം എന്ന സിനിമയിലെ കീരവാണിയുടെ ഈ ഗാനം ഒന്ന് കേൾക്കാം. ഇന്നെ റോഡിൽ വെച്ചു കണ്ടപ്പോഴേ ഹിറ്റായല്ലോ, ഇന്ന് പാർക്കിൽ വെച്ചു കണ്ടപ്പോഴോ ക്ലിക്കായല്ലോ, ഇനി റാപ്പ് ഡാൻസ് പാട്ട്. ഈ ഗാനത്തിന്റെ ഒറിജിനൽ ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തെലുങ്ക് സിനിമകൾ മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്ത് വിജയം കൈവരിച്ച സമയത്ത് കീരവാണി തെലുങ്കിൽ ഒരുക്കിയ ഗാനങ്ങൾ മലയാളത്തിലേക്കും വന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കീരവാണിയുടെ ഏറ്റവും കൂടുതൽ മലയാളികൾ കേട്ട ഗാനം ബാഹുബലിയിലെ ഗാനങ്ങളായിരിക്കാം. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ വാഴേ വീണ്ടും നീ തന്നല്ലോ. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നു, ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടുമില്ല. മരകതമണി ഒരുക്കിയ മനോഹര ഗാനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. വീണ്ടും പാട്ടുവിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.